ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ദെൻ ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം? ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് അടുത്ത മോഡ്യൂളിലും വരുന്നുണ്ട്, ഈ പ്രോപ്പർട്ടീസിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. So linearity property means if x1 of t Laplace transform, the Laplace transform ആണ്. So if x1 of t Laplace transform x1 of s and x2 of t Laplace transform x2 of s. അപ്പോൾ രണ്ട് സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓൾറെഡി നമ്മൾ ഫോറിയർ പഠിച്ചു. അപ്പോൾ പ്രൂഫും അതേപോലെ തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ പ്രൂഫ് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ വേറൊരു ലെക്ചറിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ സിലബസിൽ പ്രോപ്പർട്ടീസ് എന്നത് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് പഠിച്ചാലേ നമുക്ക് വരുന്ന മോഡ്യൂൾസിൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരത്തുള്ളൂ. സോ x1 of t ലാപ്ലാസ് ട്രാൻസ്ഫോം x1 of s ആൻഡ് x2 of t ലാപ്ലാസ് ട്രാൻസ്ഫോം x2 of s. a into x1 of t പ്ലസ് b into x2 of t, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, രണ്ട് സിഗ്നൽസിൻ്റെയും കൂടെ ലീനിയർ കോമ്പിനേഷൻ, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് a x1 of s പ്ലസ് b x2 of s ആണ്. സോ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫൊറിയറും പഠിച്ചതപ്പോൾ ലാപ്ലാസ് പഠിക്കുന്നതോടൊപ്പം ഫൊറിയറും അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. ഒരു വീഡിയോയിൽ നമ്മൾ അത് രണ്ടും കൂടെ കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈസി ആയിട്ട് പ്രോപ്പർട്ടീസ് എല്ലാം ലാപ്ലാസും ഇനി അതുപോലെ ഇസഡ് വരുന്നുണ്ട്. സോ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും എല്ലാം തമ്മിലൊരു കമ്പാരിസൺ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. സോ ഈ ഒരു ലാപ്ലാസും ഫൊറിയറും തമ്മിൽ ഒരുപാട് സിമിലർ ആണ്. ഇപ്പോൾ ഫൊറിയറിൻ്റെ ഇക്വേഷൻ പഠിക്കുവാണെങ്കിൽ എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു integral minus infinity to infinity x of t e raised to minus j omega t dt. അപ്പോൾ ഇവിടെ എസ്സിന് പകരം ജെ ഒമേഗ, ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ ഇവിടെ ഇക്വേഷനകത്ത് നോക്കുവാണെങ്കിലും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഫൊറിയർ ആണെങ്കിൽ ഫൊറിയർ, ലാപ്ലാസ് ആണെങ്കിൽ ലാപ്ലാസ്, ആ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അത് അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ഇഫ് എക്സ് ഓഫ് ടി എക്സ് ഓഫ് എസ്, എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് എസ് ഇൻറ്റു, ഇവിടെ ഫൊറിയർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഫൊറിയർ, ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട്, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എക്സ് ഓഫ് ഒമേഗ, എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് ഒമേഗയാണെങ്കിൽ നമ്മളിങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ദെൻ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട്, ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട്. അപ്പം ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ബേസിക് ഇക്വേഷനകത്ത് നമ്മൾ എക്സ് ഓഫ് ടിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ആണ്. സോ ആ ഒരു ടേമിനകത്ത് ടിക്ക് പകരം ടി നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി കിട്ടുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സിമിലർലി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വരുമ്പോൾ ഇവിടെ ടിക്ക് പകരം ടി നോട്ട് കൊടുക്കുക, ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. സോ ഇവിടെ എക്സ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട്. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാമെങ്കിൽ എളുപ്പം നമുക്ക് പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കാം. പ്രൂഫും സിമിലർ ആണ്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ദെൻ എക്സ് ഓഫ് എ ടി, ഇതാണ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി. എക്സ് ഓഫ് എസ് ബൈ എ, എക്സ് ഓഫ് എസ് ബൈ എ എന്നാണ് നമുക്ക് സ്കെയിലിംഗ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ സ്കെയിലിംഗ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് എക്സ് ഓഫ് ടി, ഇവിടെ ഒരു 1/mod എയും കൂടെ ഉണ്ട്, 1/mod എ എക്സ് ഓഫ് എസ് ബൈ എ, ഇതാണ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സിമിലർലി നമ്മൾ ഫൊറിയറിൻ്റെ പഠിച്ചിരുന്നു, ഇഫ് എക്സ് ഓഫ് ടി Fourier transform x of omega then x of a t യുടെ 1/mod a x of omega by a, ഇതായിരുന്നു നമ്മൾ ഫൊറിയറിൻ്റെ കേസിൽ പഠിച്ചിരുന്നത്. സോ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാം, 1/mod a x of s by a, ഈ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. ദെൻ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ്, എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് എസ് ആണ്. അപ്പോൾ അവിടെയും പഠിച്ചത് എന്താണ്, ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ പഠിക്കുമ്പോൾ ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ദെൻ ടൈം റിവേഴ്സൽ എക്സ് ഓഫ് മൈനസ് ടിയുടെ എന്താണ് എക്സ് ഓഫ് മൈനസ് ഒമേഗ, ഇവിടെ മൈനസ് എസ് അവിടെ മൈനസ് ഒമേഗ. അപ്പോൾ ഇതാണ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ദെൻ
അടുത്ത മോഡ്യൂളിൽ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ഡിഫറൻഷിയേഷൻ ഇൻ ടൈം ഡൊമൈൻ. എക്സ് ഓഫ് ടി എക്സ് ഓഫ് എസ് ആണെങ്കിൽ ഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോം, ദെൻ ഡി ബൈ ഡി ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് ആണ്. എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. അപ്പോൾ ഡി സ്ക്വയർ വരുവാണെങ്കിലോ ഡി സ്ക്വയർ എക്സ് ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എസ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എസ്. ഇവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻസ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇക്വേഷനാണിത്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജനറലി പറയാം ഡി റേസ് ടു എൻ എക്സ് ഓഫ് ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എസ് റേസ് ടു ഡി ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എസ് റേസ് ടു എൻ ഇൻറ്റു എക്സ് ഓഫ് എസ് ആണ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൽ ടി സിസ്റ്റത്തിൻ്റെ അനാലിസിസിനൊക്കെ നമ്മളിത് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷൻ ഇൻ എസ് ഡൊമൈൻ. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണെങ്കിൽ ടി എക്സ് ഓഫ് ടിയുടെ എന്താണ് മൈനസ് ഡി എക്സ് ഓഫ് എസ് ബൈ ഡി എസ് ആണ്. ദെൻ ഇതുപോലെ തന്നെ നമ്മൾ ഫൊറിയറിൻ്റെ പഠിച്ചിരുന്നു. ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ദെൻ ടി എക്സ് ഓഫ് ടി. സോ ഈ രീതിയിൽ വരുന്ന പ്രോബ്ലം ടി എക്സ് ഓഫ് ടി വരുന്നത് എന്തായിരിക്കും? ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ഒമേഗ. ഇവിടെ ജെയ്ക്ക് പകരം ഇവിടെ -1 ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. സോ അത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. മൈനസ് ഡി എക്സ് ഓഫ് എസ് ബൈ ഡി എസ്, ഇവിടെ ജെ ഇൻറ്റു ഡി എക്സ് ഓഫ് ഒമേഗ ബൈ. അപ്പോൾ ഫൊറിയറും ലാപ്ലാസും തമ്മിൽ ഇങ്ങനെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്. സോ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് ഈസിയാണ്. എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് എസ് ആണെങ്കിൽ x1 എന്നോ x2 എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് എസ് ആണെങ്കിൽ എച്ച് ഓഫ് ടിയുടെ എച്ച് ഓഫ് എസും ആണെങ്കിൽ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ്. ഇതിൻ്റെ ഫൊറിയർ നമ്മൾ പഠിച്ചിരുന്നു. ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആൻഡ് എച്ച് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എച്ച് ഓഫ് ഒമേഗ, then x of t convoluted with h of t Fourier transform is x of omega into h of omega. അപ്പോൾ ഒരു ടൈം കൺവല്യൂഷൻ വാല്യൂവിൻ്റെ ലാപ്ലാസ് അല്ലെങ്കിൽ ഫൊറിയർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റിന് ആ ഡൊമൈനിൽ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രോഡക്റ്റിന് ഈക്വലൻ്റ് ആയിരിക്കും. ഇവിടെ എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്, ഇവിടെ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ. ഈ രീതിയിലാണ് നമ്മൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇനിഷ്യൽ വാല്യൂ തിയറം. സോ ഈ ഒരു കൺവല്യൂഷൻ പ്രോപ്പർട്ടി നമ്മൾ അടുത്ത മോഡ്യൂളിൽ, അതായത് എൽ ടി സിസ്റ്റത്തിൻ്റെ അനാലിസിസിന് യൂസ് ചെയ്യുന്നതാണ്. സോ അതും അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനിഷ്യൽ വാല്യൂ തിയറം. ഇനിഷ്യൽ വാല്യൂ തിയറം വെച്ചിട്ട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. എക്സ് ഓഫ് ടി എക്സ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം, ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു 0 എക്സ് ഓഫ് ടി, അതായത് എക്സ് ഓഫ് 0 എന്ന് പറയുന്ന വാല്യൂ ഇനിഷ്യൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് ചെയ്താൽ മതി. ലിമിറ്റ് നോക്കിക്കോണം, ടി ടു ഇൻഫിനിറ്റി ആണ്, അതാണ് എക്സ് ഓഫ് 0യുടെ വാല്യൂ. ഇതാണ് ഇനിഷ്യൽ വാല്യൂ തിയറം പറയുന്നത്. ദെൻ ഫൈനൽ വാല്യൂ തിയറം പറയുന്നത് ഇഫ് എക്സ് ഓഫ് ടി എക്സ് ഓഫ് എസ് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി, ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇൻഫിനിറ്റി വാല്യൂ. നേരത്തെ എക്സ് ഓഫ് 0 ആണെങ്കിൽ ഫൈനൽ വാല്യൂ പറയുന്ന എക്സ് ഓഫ് ഇൻഫിനിറ്റി വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. ഇതാണ് ഫൈനൽ വാല്യൂ തിയറം പറയുന്നത്. ദെൻ പ്രോബ്ലം ചോദിക്കാവുന്ന മറ്റൊരു ഇതാണ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുന്നതാണ്. ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ, ദാറ്റ് ഈസ് ഇഫ് എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ഇ റേസ് ടു -at എക്സ് ഓഫ് ടി, അത് എക്സ് ഓഫ് എസ് പ്ലസ് എ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ പറയുന്നത്, എക്സ് ഓഫ് എസ് പ്ലസ് എ. ഇവിടെ +80 ആയിരുന്നെങ്കിൽ എസ് മൈനസ് എ വന്നേനെ. സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. കാരണം എക്സാമിന് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും എക്സാമിന് വരുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അത് യൂസിങ് പ്രോപ്പർട്ടീസ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ROC ആ രീതിയിലൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി യു ഓഫ് ടി. ഈ ഒരു പ്രോബ്ലം നമുക്ക് സാധാ ഇക്വേഷൻ യൂസ് ചെയ്തും ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം.
കാരണം ഇത് ടി എക്സ് ഓഫ് ടി ഫോമിലാണ്, ടി എക്സ് ഓഫ് ടി. അപ്പോൾ ഏത് സിഗ്നൽ നോക്കുവാണെങ്കിൽ, തന്നിരിക്കുന്ന സിഗ്നൽ നോക്കുകയാണെങ്കിൽ അതിലൊരു എലമെൻ്ററി കമ്പോണൻ്റ് അതിനകത്ത് കാണും. യു ഓഫ് ടി ആണ് ഇവിടുത്തെ ആ ഒരു എക്സ് ഓഫ് ടി വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കുറേ സിഗ്നൽസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s+a ആണ്. അതുപോലെ തന്നെ ഡെൽ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇത് ഇൻവേഴ്സ് ആ രീതിയിലൊക്കെ പഠിച്ചു വെക്കുക, 1 ആണ്. ദെൻ യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം, യു ഓഫ് ടി മീൻസ് ഇവിടെ എക്ക് 0 കൊടുത്താൽ മതി. എക്ക് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 യു ഓഫ് ടി, ഇ റേസ് ടു 0 1 ആണ്. സോ യു ഓഫ് ടിയുടെ 1/s+0 ദാറ്റ് ഈസ് 1/s വരും. യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണ്. സോ യു ഓഫ് ടിയുടേത് 1/s ആണെങ്കിൽ, അതായത് എക്സ് ഓഫ് ടിയുടേത് എക്സ് ഓഫ് എസ് ആണെങ്കിൽ ടി എക്സ് ഓഫ് ടി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എക്സ് ഓഫ് ടി യു ഓഫ് ടി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ടി യു ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ദിസ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഡിഫറൻഷിയേഷൻ ഇൻ എസ് ഡൊമൈൻ. എക്സ് ഓഫ് ടിയുടേത് എക്സ് ഓഫ് എസ് ആണെങ്കിൽ ടി എക്സ് ഓഫ് ടിയുടേത് മൈനസ് ടി എക്സ് ഓഫ് എസ് ബൈ ഡി എസ് ആണ്. സോ ഇവിടെ നമ്മൾ ഈ ടി എക്സ് ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് യു ഓഫ് ടിയുടേത് 1/s ആണെങ്കിൽ ടി യു ഓഫ് ടിയുടേത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് 1/s ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 1/sൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 1/s² ആണ്. സോ മൈനസ് 1/s² ഇൻറ്റു മൈനസ്, സോ ആൻസർ 1/s² എന്ന് തന്നെ കിട്ടും. സോ ഇതാണ് നമ്മുടെ ആൻസർ 1/s². സോ 1/s² ആണ് ടി യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു പ്രോബ്ലം നോക്കാം. മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് യു ഓഫ് ടി മൈനസ് 3. അതും യു ഫങ്ഷൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി മൈനസ് 3. അപ്പോൾ ഈ പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ടി മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ ആ ബേസിക് സിഗ്നൽ എന്ന് പറയുന്നത് യു ഫംഗ്ഷൻ തന്നെയാണ്. സോ യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണെങ്കിൽ യു ഓഫ് ടി മൈനസ് 3യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ പറയുന്നത് 1/s ഇൻറ്റു എക്സ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട്. ടി നോട്ട് ഇവിടെ 3 ആണ്. സോ 3 യു ഓഫ് ടി പ്ലസ് 3 ആയിരുന്നെങ്കിൽ ഇവിടെ -3 കൊടുക്കണം. കാരണം എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെത് എക്സ് ഓഫ് എസ് ഇൻറ്റു, അതായത് 1/s ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട്. അതാണ് നമ്മൾ ടൈം ഷിഫ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഏത് പ്രോപ്പർട്ടിയാണ്? ആ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം, ടൈം ഷിഫ്റ്റിംഗ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി ഡിഫറൻഷിയേഷൻ ഇൻ എസ് ഡൊമൈൻ. ഡിഫറൻഷിയേഷൻ, ആ പ്രോപ്പർട്ടി അവിടെ എഴുതണം. ഡിഫറൻഷിയേഷൻ ഇൻ എസ് ഡൊമൈൻ പ്രോപ്പർട്ടി. using differentiation in S domain property. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ഈ രീതിയിലാണ്. സോ ഇവിടുത്തെ ആൻസർ കിട്ടി ഇ റേസ് ടു -3s/s. ഇതാണ് യു ഓഫ് ടി മൈനസ് 3യുടെ. അപ്പോൾ നമുക്ക് ഏതിൻ്റെയും നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, യു ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു t² e റേസ് ടു -3t യു ഓഫ് ടി. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതും ടി എക്സ് ഓഫ് ടി ഫോമിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ t² മീൻസ് നമ്മളതൊന്നുകൂടി ചെയ്താൽ മതി. സോ ഞാനിവിടെ ഫസ്റ്റ് കമ്പോണൻ്റ് എക്സ് ഓഫ് ടി കമ്പോണൻ്റ് ആയിട്ട് ഇതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി അത് തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത് തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇ റേസ് ടു -3t യു ഓഫ് ടി. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് എലിമെൻ്ററി ആയിട്ടുള്ള ബേസിക് സിഗ്നൽസിനെ അറിഞ്ഞിരിക്കണം. അതായത് ഇതാണ് ഇ റേസ് ടു -8t യു ഓഫ് ടിയുടെ നമുക്കറിയാം 1/s+a ആണ്. സോ ഇവിടെ അതേപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇ റേസ് ടു -3t യു ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s+3 ആണ്. സോ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം. സോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് t² e റേസ് ടു -3t യു ഓഫ് ടി. സോ ഞാൻ ആദ്യം ടിയുടെ ചെയ്യുവാണ്. t e റേസ് ടു -3t യു ഓഫ് ടി. സോ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ടി എക്സ് ഓഫ് ടി.
ടി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് 1/s+3 ഈ രീതിയിലാണ് വരുന്നത്. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എക്സ് ഓഫ് എസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഓഫ് എസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ടി എക്സ് ഓഫ് ടി ഫോമിൽ വന്നു. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 1/s+3 മൈനസ് 1/s+3 ഹോൾ സ്ക്വയർ ആണ്. ഈ മൈനസ് കൂടെ ആകുമ്പോൾ പ്ലസ് ആവും. സോ 1/s+3 ഹോൾ സ്ക്വയർ. സോ ഈ രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ വീണ്ടും ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ടി സ്ക്വയർ e raised to minus 3t u of t. സോ ഇവിടെ നമ്മൾ എക്സ് ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ്. ഈ ഫംഗ്ഷനാണ് എക്സ് ഓഫ് ടി, ഇതാണ് എക്സ് ഓഫ് എസ്. വീണ്ടും ടി എക്സ് ഓഫ് ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ ഒന്നുകൂടെ ചെയ്യണം. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് 1/s+3 ഹോൾ സ്ക്വയർ. ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇത് യു ബൈ വി ഫോമിലാണ്. ദാറ്റ് ഈസ് മൈനസ് അപ്പോൺ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്ററിൻ്റെ 1/u/v ആണ്. വി എന്ന് പറയുന്നത് ഇവിടെ s+3 ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കാം. സോ അതിൻ്റെ സ്ക്വയർ, സോ ഡിനോമിനേറ്റർ സ്ക്വയർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അത് 0 ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് 2 ഇൻറ്റു s+3. സോ ഇതാണ് u/v ഫോമിൽ വരുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൺ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ടേം 0 ആണ്. ദാറ്റ് ഈസ് മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇത് 0 ആയിപ്പോയി. ഇത് മൈനസ്, ഈ മൈനസ് കൂടെ പ്ലസ് ആവും. സോ പ്ലസ് 2 ഇൻറ്റു s+3 ഡിവൈഡഡ് ബൈ s+3 ദ ഹോൾ റേസ് ടു 4 ഈ രീതി കിട്ടും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ s+3 ദ ഹോൾ ക്യൂബ്. ഇതായിരിക്കും ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വാല്യൂ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. സൈനും കോസും ഒക്കെ വരുന്ന ആ ഒരു കേസ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2t കോസ് 2π100t ഇൻറ്റു യു ഓഫ് ടി. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ യു ഓഫ് ടിയുടെ ലാപ്ലാസ് പറഞ്ഞു, ഡെൽ ഓഫ് ടിയുടെ പറഞ്ഞു, ഇ റേസ് ടു മൈനസ് 80 യു ഓഫ് ടിയുടെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എന്താണ്? കോസ് ഒമേഗ ടി യു ഓഫ് ടി, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈ രീതിയിലാണ്. സിമിലർലി സൈൻ ഒമേഗ ടി യു ഓഫ് ടി, ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സൈൻ വരുമ്പോൾ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഒമേഗ എന്ന് പറയുന്ന ലെറ്ററാണ്. സോ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈ രീതിയിൽ ഇങ്ങനെ കുറേ സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമുക്ക് കോസ് ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അറിയാവുന്ന ആ എലിമെൻ്ററി സിഗ്നൽ അത് തന്നെയാണ്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2π100t യു ഓഫ് ടി, ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ്, ഇവിടെ നമുക്ക് 2 × 100 200 എഴുതാം. സോ ഒമേഗ ടി 200 പൈ ആണ് ഇവിടുത്തെ ഒമേഗ എന്ന് പറയുന്നത്. സോ 200 പൈ ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു കോസ് 2π100t യു ഓഫ് ടി. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ലാസ്റ്റ് പഠിച്ച പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടി, അതായത് ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ, ഇ റേസ് ടു
മൈനസ് 80x എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എസ് പ്ലസ് എ എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നു. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇ റേസ് ടു മൈനസ് 80x എന്ന് പറയുന്നത് എക്സ് ഓഫ് എസ് പ്ലസ് എ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. സോ എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എവിടെയൊക്കെ എസ് ഉണ്ടോ അവിടെ എല്ലാം എസ് പ്ലസ് 2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 200 പൈ ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ്, അപ്പോൾ ഇവിടെ ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ, ആ പ്രോപ്പർട്ടി ഏതാണെന്ന് അറിയണം. ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.